വെള്ളിത്തിരയുടെ മാനം വീണ്ടെടുക്കണമെന്നാണ് ഇപ്പോൾ പറയുന്നത്. അപ്പോൾ പഴയ കാലം മുതൽ തന്നെ സ്ത്രീകൾ സിനിമയിലോ നാടകത്തിലോ ഒക്കെ അഭിനയിക്കാൻ വിമുഖത കാണിച്ചിരുന്നു. അന്നിപ്പം ഓച്ചിറ വേലിക്കുട്ടി എന്ന് പറയുന്ന ഒരു പുരുഷ കഥാപാത്രം സ്ത്രീ വേഷങ്ങൾ കൈകാര്യം ചെയ്തു. KPSCയുടെ നാടകങ്ങളിലും സ്ത്രീ കഥാപാത്രങ്ങളായിട്ട് വരുന്നത് പുരുഷന്മാരായിരുന്നു എന്ന് പറയപ്പെടുന്നു. അപ്പോൾ ഈ പണ്ട് കാലം മുതലേ ഈ സ്ത്രീകൾക്ക് ഈ അഭിനയ മേഖലയിൽ ചൂഷണമാണോ നേരിടേണ്ടി വന്നത്? അഭിനയ മേഖലയുടെ ഒരു സ്വഭാവം ഇതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് വളർന്നതും വികസിച്ചതും. അതുകൊണ്ടാണ് ആദ്യകാലങ്ങളിലെ നാടകത്തിൽ അഭിനയിക്കാൻ പോലും സ്ത്രീകളെ കിട്ടില്ലായിരുന്നു. കാരണം നാടകത്തിൽ അഭിനയിക്കാൻ പോകുന്ന സ്ത്രീകളൊക്കെ തന്നെ അഭിസാരകളാണ് എന്ന് പറയുന്ന ഒരു ചിന്ത അന്നത്തെ ആളുകളുടെ ഇടയ്ക്ക് ഉണ്ടായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലെങ്കിൽ ചീത്ത സ്ത്രീകളാണ് എന്ന് കണക്കാക്കപ്പെട്ടിരുന്നു. യഥാർത്ഥത്തിൽ സമൂഹം എങ്ങനെ ആണ് അതിനെ കാണുന്നത് എന്നതിൻ്റെ ഒരു പ്രതിഫലനമാണ് എനിക്ക് തോന്നുന്നു അക്കാലത്തുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് നാടകം കളിക്കേണ്ടതൊരാവശ്യമാണ്. നാടകങ്ങളിൽ സ്ത്രീ കഥാപാത്രങ്ങൾ ഉണ്ടാകുന്നു. അപ്പോൾ സ്ത്രീകളെ അഭിനയിക്കാനായിട്ട് കിട്ടാതിരുന്ന സമയത്ത് പുരുഷന്മാർ തന്നെ സ്ത്രീകളായി തീരുകയും അങ്ങനെ വളരെ പ്രശസ്തമായിട്ടുള്ള പല നടന്മാരും നടികളായി തന്നെ ശരിക്കും മാറിക്കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പാഠങ്ങളൊക്കെയാണ് നമ്മളിപ്പോൾ പഠിക്കുന്നത്. അപ്പോൾ അതങ്ങനെ ഉണ്ടാകാം. അതാണ് അതിൻ്റെ ഒരു രീതി എന്നാണ് മനസ്സിലാക്കേണ്ടത്. പിന്നീട് അതിന് മാറ്റങ്ങൾ വന്നു. കുറേ കൂടിയൊക്കെ നല്ല രീതിയിൽ പെരുമാറുന്ന ഒരിടമായിട്ട് അത് മാറി എന്ന് നമ്മൾ കരുതിയിരിക്കുന്ന ഒരു കാലത്താണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. പക്ഷേ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതോടുകൂടി ഇത് മുഴുവനും ഇരുണ്ട ലോകമാണ് എന്നും ഇവിടെ നടികളായി മാറണമെങ്കിൽ അത് പ്രൊഡ്യൂസേഴ്സിനും അതേപോലെ തന്നെ സംവിധായകർക്കൊക്കെ ഈ സ്ത്രീകൾ തങ്ങളുടെ മാനം അല്ലെങ്കിൽ ശരീരം വിധേയമാക്കേണ്ടതുണ്ട് എന്ന് വന്നിരിക്കുന്നതാണ് റിപ്പോർട്ടിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ അത്ര കടുത്ത ചൂഷണം ഈ മേഖലയിൽ ഇപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ളതാണ്. നടി ആക്രമിക്കപ്പെട്ട കേസ് വലിയ രീതിയിൽ നമ്മുടെ മാധ്യമങ്ങളിൽ ചർച്ചയ്ക്ക് വന്നു. അതേപോലെ തന്നെ സാമൂഹ്യ മാധ്യമങ്ങൾ വളരെ കാര്യമായ രീതിയിൽ ചർച്ച ചെയ്തു. ഇങ്ങനെ സാമൂഹ്യ മാധ്യമങ്ങളടക്കമുള്ള എല്ലാ മേഖലകളിലും ആ ചർച്ചേൻ്റെ അടിസ്ഥാനത്തിൽ ഈ മേഖലയിലേക്ക് കുറേ കൂടിയൊക്കെ ജാഗ്രതയോടെ ഇടപെടാനായിട്ട് തുടങ്ങി. അപ്പോൾ സ്ത്രീ സമത്വം എന്ന് പറയുന്നത് ഇതിനകത്ത് ആവശ്യമാണ്. സ്ത്രീകൾക്ക് മാന്യത കൊടുക്കേണ്ടത് ആവശ്യമാണ്. കാരണം ഈ സിനിമ എന്ന് പറയുന്നത് മനുഷ്യനെ എന്നും ത്രസിപ്പിക്കുന്ന ഒരു അത്ഭുതമാണ് ശരിക്കും. മാത്രമല്ല നമ്മുടെ സമൂഹത്തെ നല്ല തോതിൽ മാറ്റുന്നതിന് സഹായകരമായി പ്രവർത്തിക്കുന്ന ഒന്നാണ്. കാരണം മറ്റെന്തിനേക്കാൾ കൂടുതൽ മനുഷ്യനെ സ്വാധീനിക്കാൻ കഴിയുന്ന ഒന്നാണ് സിനിമ. സിനിമയിൽ വരുന്ന മാറ്റങ്ങളാണ് പലപ്പോഴും സമൂഹത്തിലിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. അപ്പോൾ സിനിമ അങ്ങനെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വളരെ കമ്മ്യൂണിക്കേറ്റീവ് ആയിട്ടുള്ള ഒരു മീഡിയമാണ് എന്നുള്ളത് കൊണ്ടും സിനിമയ്ക്ക് വലിയ പ്രാധാന്യമുണ്ടായി. സിനിമയിൽ അഭിനയിക്കുന്ന ആളുകൾക്ക് തന്നെ വളരെ പ്രശസ്തരായിത്തീർന്നു. അങ്ങനെ ഒരു സെലിബ്രിറ്റി സ്പെക്ട്രം നമ്മളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നതും സിനിമയാണ്. ഇപ്പോഴും അതിന് ഇപ്പോഴും വലിയ മാറ്റമില്ല. അത് ഇനിയും വർദ്ധിക്കാനാണ് സാധ്യത. കാരണം നമുക്ക് സെലിബ്രിറ്റിയെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരിടമായിട്ട് സിനിമ മാറിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ സമൂഹത്തിൽ ഇത് ഇന്ന് നിലനിൽക്കുന്ന വളരെ പ്രമുഖരായിട്ടുള്ള നടന്മാർ, സംവിധായകർ, ഇവരൊക്കെ തന്നെ പ്രശസ്തരാണ്. അവർക്കൊരു സെലിബ്രിറ്റി ക്രീമുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ഈ മലയാള സിനിമയിൽ ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നില്ലായിരുന്നെങ്കിലും നമുക്ക് കുറച്ച് പുഴുക്കുത്തുകളൊക്കെ ഉണ്ടെന്ന് അറിയാമായിരുന്നു. സിനിമാ മേഖലയിൽ പലരും അഭിനയിക്കാൻ ചാൻസ് കിട്ടുന്നത് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായിക്കൊണ്ടാണ്. പഴയ കാലം മുതലേ നമ്മളങ്ങനെ കേട്ടിട്ടുണ്ട്. അപ്പോൾ കുറച്ച് വിട്ടുവീഴ്ച ചെയ്യുന്നവർക്ക് കൂടുതൽ അവസരങ്ങൾ കിട്ടുന്നു, ഒട്ടും വിട്ടുവീഴ്ച ചെയ്യാത്തവരെ പതുക്കെ ഫിലിം ഇൻഡസ്ട്രിയിൽ നിന്ന് തന്നെ പുറത്താക്കുന്നു. അപ്പം അമ്മമാർ, ഇപ്പോൾ ഈ സ്ത്രീകൾ പറയുന്നത്, ഈ റിപ്പോർട്ടിലുള്ളതാണ്, സ്ത്രീകളുടെ കൂടെ അവരുടെ ബന്ധുക്കൾ അവിടെ ചെന്നില്ലെങ്കിൽ ആ മുറിയിലേക്ക് പുരുഷന്മാർ ഇടിച്ചു കയറുന്നു, അല്ലെങ്കിൽ കൊട്ടി വിളിച്ചിട്ട് ആ വാതിൽ തകർക്കുന്ന ഒരു സ്ഥിതി ഉണ്ടാകുന്നു. അപ്പോൾ സ്ത്രീകൾ ഇങ്ങനെ പേടിച്ചും വിറച്ചുമാണോ തുല്യ സമത്വമുള്ള ഒരു കാലഘട്ടത്തിൽ ഈ മേഖലയിൽ ജോലി ചെയ്യേണ്ടത്? അല്ല, സ്ത്രീ കഥാപാത്രങ്ങൾ തന്നെ സെലിബ്രിറ്റികളായി മാറിയിട്ടുണ്ടെങ്കിൽ പോലും ആ സെലിബ്രിറ്റി ക്രിയേഷൻ്റെ പിന്നിൽ ഇത്തരത്തിലുള്ള വലിയ യാതനകളും പീഡനങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു എന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതാണ് ആ റിപ്പോർട്ടിൽ നിന്ന് പൊതുവെ പുറത്തു വന്നിരിക്കുന്നത്. അപ്പോൾ ഒട്ടുമിക്ക സിനിമാ നടികൾക്കൊപ്പം അവരുടെ അമ്മമാർ, അതേപോലെ തന്നെ അവരുടെ ബന്ധുക്കൾ ഒക്കെ ഈ സൈറ്റുകളിൽ പോകുമായിരുന്നു. ചിലയിടങ്ങളിൽ ഇങ്ങനെ പോകുന്ന ബന്ധുക്കൾ തന്നെ ഏജൻസിമാരായി മാറുക എന്ന് വെച്ചാൽ അതിനകത്ത് വീണ്ടും ചൂഷണം ഉണ്ടാവുക. അതൊക്കെ തന്നെ പല ഇടങ്ങളിലായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളൊരു കാര്യമാണ്. എന്തായാലും ഈ മേഖലയ്ക്ക് ഇങ്ങനെയൊരു സംവിധാനം നിലനിൽക്കുന്നത് കാഴ്ചപ്പാടിൻ്റെ പ്രശ്നമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അങ്ങനെയാണ് ആളുകൾ കാണുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും അങ്ങനെ പെരുമാറാനും പ്രവർത്തിക്കാനുമായിട്ടുള്ള ടെൻഡൻസി അതിനകത്ത് കൂടും. ഇപ്പോൾ നമ്മൾ യൂറോപ്യൻ കൺട്രീസിലോ അല്ലെങ്കിൽ നമ്മൾ ഡൽഹിയിലോ ഒക്കെ ചെന്ന് കഴിഞ്ഞാൽ ആളുകൾ ബസ്സിലൊക്കെ സഞ്ചരിക്കുമ്പോൾ
അവർ വളരെ മിക്സഡായിട്ടാണ് സഞ്ചരിക്കുന്നത്. സ്ത്രീയും പുരുഷനും ഒക്കെ ഒരു സീറ്റിൽ നിന്ന് സഞ്ചരിക്കുന്നു. അവിടെ വേറെ മോശമായിട്ടുള്ളൊരു പ്രവണതയിലേക്കും അത് പോകുന്നില്ല. പക്ഷെ നമ്മുടെ ഇവിടെയുള്ള ബസ്സുകളിലേക്ക് ഇപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്, സ്ത്രീകൾ പീഡിപ്പിക്കപ്പെടുന്നില്ലേ? പലപ്പോഴും അങ്ങനെ വാർത്തകൾ വരുന്നുണ്ട്. കാരണം അപ്പോൾ എൻ്റെ ഒരു മൈൻഡ് ഉണ്ട്, ഒരു മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് അതൊരു വൃത്തികെട്ട മൈൻഡ് സെറ്റാണ്. ആ മൈൻഡ് സെറ്റ് മാറേണ്ട ആവശ്യമാണ്. ഈ മലയാളിയുടെ ലൈംഗികത എന്ന് പറയുന്നത് വളരെ കപട സദാചാര ബോധമുള്ളതാണ് എന്ന് പറയുന്ന ആ വാർത്ത ഇങ്ങനെയുള്ള സംഭവങ്ങളിലൂടെയാണ് പുറത്തു വരുന്നത് എന്നുള്ളതാണ്. അത് മാറണം. അത് മാറി നമ്മൾ കുറേ കൂടി ഓപ്പണായി കഴിഞ്ഞാൽ മാത്രമാണ് നമുക്കിത് രണ്ട് മനുഷ്യരാണ് എന്നുള്ളൊരു ഫീലിങ്ങിലേക്ക് എത്താനായിട്ട് പറ്റുള്ളൂ, സ്ത്രീയും പുരുഷനും. ഈ തൊഴിലിടങ്ങളിലെ വിവേചനം ഉണ്ടായി എന്ന് പറയുന്നുണ്ട്. ഇതിനകത്ത് ഇപ്പോൾ പറയുന്നതിനകത്ത് ഒരു കാരവൻ ഒരു സിനിമാ സെറ്റിലുണ്ടാകുന്നു. അപ്പോൾ അതിനകത്തൊരു മുതിർന്ന നടി ഉണ്ട്. അപ്പോൾ അതിനകത്ത് സഹനടിമാരായിട്ടുള്ള അല്ലെങ്കിൽ ജൂനിയർ ആർട്ടിസ്റ്റുകളായിട്ടുള്ള സ്ത്രീകൾ വരുമ്പോൾ അവർക്ക് അതിനകത്തേക്കൊന്ന് മൂത്രം ഒഴിക്കാനുള്ള സൗകര്യത്തിന് അവർ ചെയ്തു കൊടുക്കാൻ അവർ തയ്യാറാകുന്നില്ല. അല്ലെങ്കിൽ അവരുടെ ആർത്തവ കാലത്ത് അവർക്ക് വേണ്ട ഒരു സൗകര്യങ്ങൾ ഒന്നും ചെയ്തു കൊടുക്കില്ല. അപ്പോൾ സ്ത്രീകൾ പോലും സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് യാതൊരു സഹായം ചെയ്യുന്നില്ല. പിന്നെ പുരുഷന്മാർ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ട് ആരോപണം ഉന്നയിക്കുന്നില്ല. എന്തെങ്കിലും കാമ്പുണ്ടോ കഴമ്പുണ്ടോ എന്നുള്ള ചോദ്യവും സമൂഹത്തിൽ നിന്ന് ഉയർന്നു വരുന്നില്ലേ? അല്ല, സ്ത്രീകളെ സംരക്ഷിക്കേണ്ട ചുമതല എന്ന് പറഞ്ഞാൽ സ്ത്രീകളുടേത് മാത്രമല്ല, അത് പൊതുസമൂഹത്തിൻ്റെ താല്പര്യമാണ്. പൊതുസമൂഹം വിചാരിക്കുകയാണ് നമ്മുടെ സമൂഹം ഇങ്ങനെ ആയിരിക്കണം എന്നുള്ളത്. കൂടുതൽ പ്രാമുഖ്യവും സ്ത്രീകൾക്ക് നൽകുന്ന ഒരു സമൂഹമായി നമ്മുടെ സമൂഹം മാറണം എന്ന ഒരു കാഴ്ചപ്പാട് നമുക്കുണ്ടാകുകയും നമ്മൾ പുലർത്തുകയൊക്കെ ചെയ്തതിൻ്റെണെങ്കിൽ സ്ത്രീകൾക്ക് തെരുവിലൂടെ സ്വതന്ത്രമായി സഞ്ചരിക്കാം. ആ കാഴ്ചപ്പാട് നമുക്കില്ലെങ്കിൽ സ്ത്രീകൾക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല. പൊതുവിടങ്ങളിൽ സ്ത്രീകൾ ആക്രമിക്കപ്പെടുന്ന സ്ഥിതി ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ ഈ ലൈംഗികതയോടുള്ള മനുഷ്യൻ്റെ കാഴ്ചപ്പാടുകളും മാറുക എന്ന് പറയുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം നമ്മൾ കൂടുതൽ പരിഷ്കൃത സമൂഹമായിട്ട് വരുമ്പോൾ നമുക്കെന്ത് വേണം? നമുക്ക് മനുഷ്യനായിട്ട് കാണാനായിട്ടുള്ള കഴിവ് വർദ്ധിക്കേണ്ടതായി. അതിന് പകരമായിട്ട് ഈ ആണാധിപത്യത്തിൻ്റെ ഒരു കാലഘട്ടം നിലനിൽക്കുന്നു, എന്നുവെച്ചാൽ പുരുഷാധിപത്യം നിലനിൽക്കുന്നു. അങ്ങനെ വരുമ്പോൾ പുരുഷൻ എല്ലാത്തിനെയും അടക്കി ഭരിക്കുകയും പുരുഷൻ്റെ ഇഷ്ടത്തിനുള്ള ഉപാധികളായിട്ട് ഇവരെല്ലാം മാറിത്തീരണം എന്ന് വിചാരിക്കുന്ന കാഴ്ചപ്പാടാണ് അടിച്ചു പൊളിക്കേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് മാറാതെ ഒരിക്കലും ഇത് മാറാനുള്ള സാധ്യതയില്ല. ഇപ്പോൾ നമ്മൾ സിനിമ മേഖലയിലുള്ള പ്രശസ്തരായിട്ടുള്ള ഇന്ത്യയുടെ സിനിമ എന്ന് പറഞ്ഞാൽ സത്യജിത്രയിലൂടെ ആണ് ലോകത്തേക്ക് വരുന്നത്. മൃണാൾ സെൻ, സത്യജിത്രയെ പോലെയുള്ള ആളുകൾ വളരെ പ്രശസ്തി ഇന്ത്യക്ക് ഉണ്ടാക്കി കൊടുത്തിട്ടുള്ള ഈ മേഖല. മലയാളത്തിലാണെന്ന് വെച്ചാൽ അടൂർ ഗോപാലകൃഷ്ണൻ പോലെയുള്ള വളരെ പ്രശസ്തരായിട്ടുള്ള സംവിധായകർ. അതേപോലെ തന്നെ ഞാനിപ്പോൾ ഈ പ്രത്യേക പശ്ചാത്തലത്തിൽ നമ്മുടെ നടന്മാരുടെ പേരൊന്നും എടുത്ത് പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ പ്രമുഖരായ പല നടന്മാരുടെയും പേരുകൾ ഇതിനോടൊക്കെ കൂട്ടിച്ചേർത്ത് വായിക്കപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമ്മളതുകൊണ്ട് ആ കാര്യത്തിൽ നമ്മളൊരു ഇടപെടൽ നടത്താതിരിക്കുന്നതും അല്ലെങ്കിൽ ഒരു അഭിപ്രായ പ്രകടനം നടത്താതിരിക്കുന്നതാണ് നല്ലത്. കാരണം നാളെ ചിലപ്പോൾ 2-3 ആഴ്ച കഴിയുന്ന സമയത്ത് നമ്മളിന്ന് പ്രമുഖനെന്നും പ്രശസ്തനെന്നും നമ്മുടെ ആരാധ്യനെന്നുമൊക്കെ പറഞ്ഞു വെക്കുന്ന ഒരു നടൻ ചിലപ്പോൾ ഇതിലൊക്കെ പെട്ടുപോയി കഴിഞ്ഞാൽ നമ്മളുടെ ഈ അഭിപ്രായങ്ങൾ തന്നെ അപകടത്തിലായിത്തീരും, അല്ലെങ്കിൽ നമ്മൾ അപകടത്തിലാവും. അത് വേണ്ട എന്നുള്ളതിൻ്റെ പേരാണ് നമ്മൾ ഈ ഒരു പ്രത്യേക പശ്ചാത്തലത്തിൽ, പ്രത്യേകിച്ച് ഹേമ റിപ്പോർട്ട് വന്നിരിക്കുന്നതായിട്ടുള്ള ഒരു പശ്ചാത്തലത്തിൽ അതിനെക്കുറിച്ച് സംസാരിക്കാതിരിക്കും. പക്ഷേ നമ്മുടെ ഒരു ആഗ്രഹം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന പ്രശസ്തരായിട്ടുള്ള നടന്മാരും അതേപോലെ നടികളും സംവിധായകരും അതേപോലെ പ്രൊഡ്യൂസേഴ്സാണ് ഇതിൽ ഏറ്റവും മോശമായിട്ടുള്ള ക്യാരക്ടേഴ്സായിട്ട് എപ്പോഴും ചിത്രീകരിക്കപ്പെടുന്നത്. കാരണം കുറേ പണമായിട്ട് അവർ വരുന്നത് തന്നെ ഈ പരിപാടിക്കാണ് എന്നാണ് പൊതുവെ മനസ്സിലാക്കി വെക്കുന്നത്. അതുപോലെ എന്തെല്ലാം വാർത്തകളാണ് വരുന്നത്, നമുക്ക് ചർച്ച ചെയ്യാൻ കൊള്ളുന്ന വാർത്തകളല്ല അതെല്ലാം. അങ്ങനെ ഉള്ള ഒരു ഇൻഡസ്ട്രി ആയിട്ട് മാറാൻ പാടില്ല. മറ്റേതൊരു വ്യവസായ മേഖലയും പോലെ ഇത് ഒരു എൻ്റർടൈൻമെൻറ്റ് ഇൻഡസ്ട്രി എന്ന നിലക്ക് അതിനെ കണക്കാക്കുകയും ആ ഇൻഡസ്ട്രിയിൽ വേണ്ട എല്ലാ മര്യാദകളും ഇതിൽ പാലിക്കപ്പെടുകയും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യത ഉണ്ടാവുകയും വേതനത്തിൻ്റെ കാര്യത്തിൽ വ്യത്യാസം വരാം. അതിപ്പോൾ ഞാൻ പറയുന്നത് ഓരോ ക്യാരക്ടേഴ്സിൻ്റെ അനുസരിച്ച് അല്ലെങ്കിൽ ഓരോ നടന്മാരുടെയും നടിമാരുടെയും അതേപോലെ സംവിധായകരുടെയും ഒക്കെ കഴിവിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഇതിൻ്റെ പ്രതിഫലം നിശ്ചയിക്കപ്പെടുക. പക്ഷേ ഇവിടെ പ്രതിഫലത്തിൻ്റെ പ്രശ്നമല്ല. ഒരു ഇൻഡസ്ട്രിക്കകത്ത് ജീവിക്കുന്ന ഇൻഡിവിജ്വൽസിനെ സമത്വപൂർണ്ണമായിട്ടുള്ള രീതിയിൽ പെരുമാറാനും പ്രവർത്തിക്കാനുമായിട്ടുള്ള അവരുടെ ആത്മാഭിമാനത്തിന് അനുസരിച്ച് ജീവിക്കാനുള്ള ഇടം വേണമെന്നുള്ളതാണ്. ആ ഇടമുണ്ടാകുമ്പോൾ മാത്രമാണ് നമ്മുടെ ഈ പത്രങ്ങളൊക്കെ മുഴുപേജ് നിറയെ മലയാള സിനിമയുടെ മഹത്വത്തെക്കുറിച്ച് പറയുമ്പോൾ നമുക്കൊരു അഭിമാനം തോന്നുന്നത്. ഇതിങ്ങനെയുള്ള ഒരു ഇൻഡസ്ട്രി ആണെങ്കിൽ ഇതിനെക്കുറിച്ച് കാര്യമായിട്ട് അഭിമാനിക്കേണ്ടതില്ലെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അത് മാറണം. അത് മാറി നമുക്ക് അഭിമാനിക്കാൻ പറ്റുന്ന തരത്തിൽ ആ ഇൻഡസ്ട്രി ഡെവലപ്പ് ചെയ്യണം. അതിനുള്ള സഹായങ്ങളും നിയമങ്ങളും അതേപോലെ തന്നെ സുരക്ഷിതത്വമൊക്കെ ഉറപ്പുവരുത്തേണ്ട ഒരു ജോലി ആണ്. അത് സർക്കാർ കൃത്യമായിട്ട് ചെയ്യേണ്ടതാണ്.
ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ പല കാര്യങ്ങളും പുറത്തു വന്നു. അപ്പോൾ അതിനകത്ത് പറയുന്ന പല കാര്യങ്ങളും സ്ത്രീ വിരുദ്ധത തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ സർക്കാർ ഇതിനകത്ത് ഇനി ഫലപ്രദമായ ഒരു ഇടപെടൽ നടത്തുമോ? തീർച്ചയായിട്ടും സർക്കാർ ഫലപ്രദമായിട്ട് ഇടപെടൽ നടത്തണം. നടത്താതിരിക്കുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ നേരത്തെ വിനയനെ പോലുള്ള ആളുകളൊക്കെ പറയുന്നില്ലേ, ഇത് 15 പേരുടെ ഒരു കയ്യിലിരിക്കുന്ന അല്ലെങ്കിൽ പവർ ഗ്രൂപ്പിൻ്റെ കയ്യിലിരിക്കുന്ന ഒരു സംവിധാനമാണ്. അതിൽ മന്ത്രിയുണ്ട്. മന്ത്രിമാരൊക്കെ ഇതിനകത്ത് ഇരുന്ന് കഴിഞ്ഞാൽ പിന്നീട് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പരിപാടികൾ സഹായിക്കുന്ന തരത്തിൽ ആയിക്കഴിഞ്ഞാൽ അതെങ്ങനെ നേരെയാക്കാനായിട്ട് പറ്റും? വേലി തന്നെ വിളവ് എന്ന സ്ഥിതിയല്ലുള്ളൂ. അതുകൊണ്ടാകാൻ പാടില്ല. സർക്കാർ എന്ന് പറയുന്നത് ഇവരെയൊക്കെ സംരക്ഷിക്കുന്നതിനും ഇവരെ വളർത്തുന്നതിനും ഇവരെ നമ്മുടെ അഭിമാനമായിട്ട് നിലനിർത്തുന്നതിനും വേണ്ടി പ്രവർത്തിക്കുന്ന സംവിധാനമായിട്ട് മാറണം. അതിനാണ് നമ്മൾ സർക്കാർ സംവിധാനത്തെക്കുറിച്ച് ചിന്തിക്കുന്നത്. അത് ചെയ്തില്ല എങ്കിൽ ആരും അതിനെക്കുറിച്ച് പിന്നെ സംസാരിച്ചിട്ട് കാര്യമില്ല എന്ന് ഞാൻ പറഞ്ഞു. ഇപ്പോൾ സർക്കാരിൻ്റെ ചുമതല എന്ന് പറയുന്നത് ഈ ഇപ്പോൾ വന്നിരിക്കുന്നതായിട്ടുള്ള ഇതിപ്പോൾ ഭയങ്കര ഷാഡോ ക്യാരക്ടറിലേക്ക് എത്തിയിരിക്കുകയാണ് ചെയ്തത്. ശരിക്കും പറഞ്ഞാൽ കരി പിടിച്ച് കഴിഞ്ഞിരിക്കുകയാണ് ചെയ്തത്. ക്ലാവ് പിടിച്ച അവസ്ഥയിലെത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇത് കളങ്കിതമാണ് എന്ന ഉറച്ച വിശ്വാസത്തിലാണ് സമൂഹം നിൽക്കുന്നത്. സമൂഹത്തിൻ്റെ പൊതുബോധം അതാണ്. അത് മാറണമെങ്കിൽ വളരെ കൃത്യമായിട്ടുള്ള ഇടപെടലുണ്ടാകണം. ഒരു കാരണവശാലും ഈ മേഖലയിൽ ഇങ്ങനെയുള്ള പീഡനങ്ങൾക്ക്, ലൈംഗികമായിട്ടുള്ള ചൂഷണങ്ങൾക്ക് ഇടയില്ല എന്ന് ഉറപ്പുവരുത്തേണ്ട ആവശ്യം. അപ്പോൾ എന്തായാലും വെള്ളിത്തിരയുടെ മാനം വീണ്ടെടുക്കാൻ നമുക്ക് എല്ലാവർക്കും കൂടെ സാധിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം അല്ലേ? അല്ല, നമ്മളുടെ ഒരു പ്രതീക്ഷ, കാരണം നമ്മൾ ഇതൊക്കെ ഇങ്ങനെ ഉയർത്തി നമ്മുടെ അഭിമാനമായിട്ട് കൊണ്ടു നടക്കുന്നതല്ലേ. മലയാള സിനിമ എന്നൊക്കെ പറഞ്ഞാൽ വലിയ അത്ഭുതമാണെന്ന് പറഞ്ഞു നടക്കുന്ന ആളും മലയാളികൾ. അപ്പോൾ നമ്മളുടെ അഭിമാനം കാത്തു സൂക്ഷിക്കപ്പെടണമെങ്കിൽ ഇത് ഒരിക്കലും ഇങ്ങനെയുള്ള പുഴുക്കത്ത് നിറഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥയിൽ ആകാൻ പാടില്ല. അത് മാറണം, മാറ്റിയേ പറ്റൂ. അതിന് സർക്കാരിൻ്റെ വളരെ ചടുലമായിട്ടുള്ള നീക്കങ്ങൾ ആവശ്യമാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.